कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മേഴത്തൂർ അഗ്നിഹോത്രിയുടെ യാഗഭൂമിയിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്ന് യാഗത്തിന് ഹേതുവായ യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൂട്ടി മറ്റൊരു ദേശത്തിലൂടെ നാം എത്തി നിൽക്കുന്നു. തൃത്താലയുടെ ഭാഗം തന്നെയായ ഒരു ദേശം, മേഴത്തൂരിൻ്റെ ഭാഗമായ ഒരു ഗ്രാമം. കോമംഗലം ശിവക്ഷേത്ര ഭൂമിയിലേക്കാണ് നാം എത്തുന്നത്. ഗ്രാമസൗന്ദര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയ അരയാൽ കാണുന്നു. എന്നാൽ പുതിയ കാലത്തിൻ്റെ രീതിയിലാണ് ബലിക്കല്ല് കാണുന്നത്. കോമംഗലം ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം നമുക്കുണ്ടാകുന്നൊരു ധാരണയും പഴയ കാലത്ത് നിലനിന്ന ക്ഷേത്രത്തെ പുതുക്കി പണിതായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതാണ്. കോമംഗലം ക്ഷേത്രഭൂമിയിലെത്തി ക്ഷേത്രത്തിനകത്തേക്ക് നേരെ ദർശനത്തിന് തയ്യാറാകുന്നതിന് മുൻപ് ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളം കാണുമ്പോൾ വളരെ പഴക്കം ചെന്ന്, ഏറെ കാലപ്പഴക്കം ചെന്ന്, മറ്റൊരു സംസ്കാരത്തിന്, നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്തിൻ്റെ കണ്ടെടുത്തലുകളോട് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ അത്രയ്ക്ക് പൗരാണികമായ ഒരു ക്ഷേത്രക്കുളമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രദേശം പൗരാണികമായ പ്രദേശം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോമംഗലം ക്ഷേത്രഭൂമിയിൽ നാം എത്തി നിൽക്കുന്നത്. ക്ഷേത്രഭൂമിക്കകത്ത് നാലമ്പലത്തിനകത്തേക്ക് കയറി മറ്റു വിശേഷങ്ങളിലേക്ക്, ഐതിഹ്യങ്ങളിലേക്ക്, സത്യങ്ങളിലേക്ക് കടന്നു ചെല്ലും. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം. വീട്ടിൽ സംസാരിക്കുന്നത് മാതൃഭാഷയിൽ തന്നെയായിരിക്കണം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിവും അഭിമാനവും ഉണ്ടാകത്തക്ക വിധം വേണം കുട്ടികളെ വളർത്തുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ മാതൃഭാഷയെ അറിയുവാൻ നമുക്കാകട്ടെ.
സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. പുറത്ത് പുതിയ കാലത്തിൻ്റെ ബലിക്കല് കണ്ടപ്പോൾ ഒരുപക്ഷെ ക്ഷേത്രം പുതുക്കി പണിത രീതിയിലാവും കണ്ടതെന്ന് ധരിച്ച് അകത്തേക്ക് വന്ന നമ്മൾ അടിമുടി തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാനുണ്ടായിരുന്നത്. ഭഗവത് ദർശന സൗഭാഗ്യം നേടിക്കഴിഞ്ഞ് പിന്നീട് ആകെ ഈ അന്തരീക്ഷത്തെ നോക്കുമ്പോഴാണ് എത്ര കാലപ്പഴക്കമാണ് ഇവിടെ തോന്നുന്നത്. എത്രയോ കാലത്തിൻ്റെ പഴക്കം. നാം ഈ കണ്ടിട്ടുള്ള മഹാക്ഷേത്രങ്ങൾക്കെല്ലാം സമാനമായൊരു ക്ഷേത്രഭൂമി. പക്ഷേ ഓരോ കാലത്തും അതിൻ്റേതായ രീതിയിൽ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് മാത്രം പഴമയുടെ ആ മുഴുവൻ ഗാംഭീര്യവും കൂടി ഉയർന്നു നിൽക്കുകയാണ് കോമംഗലം ക്ഷേത്രം. കോമംഗലത്തെ ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപം തൊട്ട് ഈ കാഴ്ചയുടെ പഴമ വ്യക്തമാവുകയാണ്. പക്ഷേ പൂർണ്ണമായും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചില പുതുക്കി പണിയലുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിയിട്ടുണ്ട് എന്ന് കാണാം. എങ്കിലും മുഴുവനായും നാം ശ്രീകോവിലിൻ്റെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ അത് അതിൻപടി തന്നെ പഴയതുപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാലം എത്ര മാറിക്കൊണ്ടിരുന്നാലും ചില വ്യക്തികളുടെ പ്രശസ്തി അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. ചില വ്യക്തികളെ എപ്പോൾ തിരിഞ്ഞാലും എവിടെയും കാണാം. മാധ്യമങ്ങളിൽ ചാനലുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പെട്ടെന്ന് അവരെ കാണാതെ പോകും. ഒരാഴ്ച വേണ്ട അവർ വിസ്മൃതിയിൽ അകപ്പെടാൻ. ആളുകളെ കാണുന്നതിനിടയ്ക്ക് സഹപ്രവർത്തകനെ 1 മണിക്കൂർ നേരം കണ്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ദിവസത്തിൽ ഒരു തവണ കാണുന്ന ആളെ ഒരു തവണ കണ്ടില്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇന്നലെ കണ്ടില്ലല്ലോ. ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കൽ കാണുന്നവരുണ്ട്. കണ്ടില്ലല്ലോ. കാരണം കൊല്ലത്തിലൊരിക്കലേ കാണുള്ളൂ. പക്ഷേ കീർത്തിയുടെ അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കുന്ന ത്യാഗരാജസ്വാമികളെപ്പോലുള്ള വ്യക്തികൾ എത്ര വർഷം കഴിഞ്ഞിരുന്നാലും തിരുവയ്യാറിൽ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് അവിടെ എളുപ്പത്തിൽ നമുക്ക് എത്താവുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഇന്നും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ പുതുതായിട്ട് വരുന്ന പാട്ടുകൾ എത്ര ദിവസം നമ്മൾ കേൾക്കും. ഏതോ ഒരു പാട്ട് ഹിറ്റായപ്പോൾ അതിൻ്റെ ശില്പികൾ ഇൻ്റർവ്യൂ ലോകത്തുള്ള മുഴുവൻ ചാനലിലും, കാരണം ആ പാട്ട് അത്ര ഹിറ്റായി എന്നാണ്. 2 മാസം നിലനിന്നില്ല, ജനം മറന്നു. ഇതിൻ്റെ കാരണം ത്യാഗരാജസ്വാമികൾ പാടിയത് പരമാത്മാവിനെക്കുറിച്ചാണ്, അനന്തമായ ശക്തിയെക്കുറിച്ചാണ്. പരമാത്മാവിനെക്കുറിച്ച്, കോസ്മിക് പവറിനെക്കുറിച്ച്, അനന്തമായ ശക്തിയെക്കുറിച്ച് പാടുന്ന വ്യക്തികളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അന്നത്തെ രാജാവിന് അവിടെ ഒരു ആസ്ഥാന ഗായകൻ ഉണ്ട്. ആ ആസ്ഥാന ഗായകൻ ത്യാഗരാജസ്വാമികളുടെ ഭക്തനാണ്, ആരാധകനാണ്.
അപ്പോൾ രാജാവിനൊരാഗ്രഹം ത്യാഗരാജസ്വാമികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് പാടിക്കണം എന്ന്. പലതവണ ത്യാഗരാജസ്വാമികളെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് സമ്മാനങ്ങളൊന്നും വേണ്ട. ഇത് ഇവിടെ വന്ന് പാടിയിട്ട് ത്യാഗരാജസ്വാമികൾക്ക് ഒന്നും കിട്ടാനില്ല, ഒരു സമ്മാനവും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, രാജസദസ്സിലൊന്നും വന്ന് പാടില്ല. അതിൻ്റെ കാരണം താൻ രാമനെക്കുറിച്ച് മാത്രമേ പാടൂ. ആ പാടുമ്പോൾ അതിലും വലിയൊരാളവിടെ ഉണ്ടാവാൻ പാടില്ല, അതിലും വലിയൊരാളുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് രാജസദസ്സിൽ പാടില്ല, സമ്മാനത്തിനോട് കൊതിയില്ല, രാമനെക്കുറിച്ച് പാടും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ആസ്ഥാനകാരൻ ത്യാഗരാജസ്വാമികളുടെ അടുത്ത് വന്നു. ത്യാഗരാജസ്വാമികളൊക്കെ ബഹുമാനിക്കുന്നത് എന്തെങ്കിലും ഒരു ഭൗതികമായ കാരണങ്ങളെ കൊണ്ടല്ല. ആൾ ധനികനല്ല, ഒന്നുമില്ല, ഗായകൻ എന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരങ്ങളുമില്ല. അന്നത്തെ കാലത്ത് അംഗീകാരങ്ങളൊന്നുമില്ലല്ലോ, ആളുകളുടെ ഹൃദയത്തിൽ അംഗീകാരമേ ഉള്ളൂ. എനിക്ക് അങ്ങയുടെ മുമ്പിൽ വെച്ച് ഗാനങ്ങൾ ആലപിക്കണമെന്നുണ്ട്, അങ്ങ് കേട്ടുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചു. ശരി, പാടിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആസ്ഥാന ഗായകൻ പാടിക്കൊണ്ടിരുന്നു. ത്യാഗരാജസ്വാമി അത് കേട്ട് ഇരുന്നു. കഥ പറയുന്നവർ പുലർച്ചയോളം ഇരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആസ്ഥാനകാരൻ ചോദിച്ചു, ഇനി അങ്ങ് ഒന്ന് പാടാമോ? ആ കയ്യിലെ ആ വീണ വാങ്ങി അവിടെ കിടക്കുന്ന റിബൺ മാതിരി ഒരെണ്ണം എടുത്ത് ത്യാഗരാജസ്വാമികൾ അതിൻ്റെ മുകളിലൊന്ന് കെട്ടി. എന്നിട്ട് ചൊല്ലിയ കീർത്തനമാണ് എന്തരോ മഹാനും ഭാവലു. ആ കീർത്തനം ഇപ്പം എവിടെ എത്തി? ഇനി വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും ആളുകളത് ആവർത്തിച്ച് ചൊല്ലുമല്ലോ. ആ കീർത്തനമുള്ള കാലത്ത് വേറെ എത്രയോ ഗാനമേളകൾ നടന്നുവല്ലോ. ഗാനമേളയിലത്തെ പാട്ടുകളൊക്കെ മോശമാണ് എന്ന അർത്ഥത്തിലല്ല, ത്യാഗരാജസ്വാമികൾ പാടിയത് പരമാത്മാവിനെക്കുറിച്ച് ആണ്. അപ്പം എല്ലാ ഗാനങ്ങളും പരമാത്മാവിനെക്കുറിച്ച് തന്നെ ആവണം, അല്ലാത്തൊന്നും ഗാനമല്ല എന്നർത്ഥമല്ല. കവി എന്ന് പറയുമ്പോൾ, കവിത്വം എന്ന് പറയുമ്പോൾ ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടാകുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു നൊബിലിറ്റി ഉണ്ടാകുമ്പോൾ അത് പരമാത്മാവിനെക്കുറിച്ചുള്ളതായി മാറി. ആ വരികൾ ലോകക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം. പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കും, ലോകക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യമാണെങ്കിലേ ഓർക്കുകയുള്ളൂ. അതല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പൂരത്തെക്കുറിച്ച് മറന്ന പോലെ ഇക്കൊല്ലത്തെ പൂരത്തെക്കുറിച്ച് മറന്നു. കാരണം കഴിഞ്ഞ കൊല്ലം കണ്ട അതേ കാര്യങ്ങളാണ് ഈ വർഷവും കണ്ടത്. അതുകൊണ്ടാണ് എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനം. അതിനെ ചൊല്ലി സംഗീതത്തെപ്പറ്റി അറിയുന്നവർ ചില പാട്ടുകളൊക്കെ വയസ്സാവും തോറും പാടുന്നത് കൂടുതൽ നന്നാവുന്നു. ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ പാടുന്ന പല ഭാഗവതന്മാരും 90 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പ്രായം കൂടുതലാവുമ്പോൾ അവരുടെ സ്വരം കുറേ കൂടി നന്നാവുന്നു എന്നാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ റിസർച്ച് നടത്തേണ്ട വിഷയമാണ്. തിരുവയ്യാറിനെക്കുറിച്ചും ത്യാഗരാജസ്വാമിയെക്കുറിച്ചും ഒന്ന് അനുസ്മരിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. ഈ മനുഷ്യജന്മത്തിൻ്റെ വലിയ ഭാഗ്യം കൊണ്ട് അമൃത ടെലിവിഷൻ്റെ കാഴ്ചകളിലൂടെ നമുക്ക് ഒരുമിച്ച് ഒരുപാട് മഹാക്ഷേത്രങ്ങളിൽ പോകുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ആ മഹാക്ഷേത്രങ്ങളിൽ വെച്ചൊക്കെ മഹാക്ഷേത്രത്തിൻ്റെ പട്ടികയിൽ എങ്ങനെയാണ് ക്ഷേത്ര നിർമ്മിതിയെന്ന് കണക്കുകൾ ഉൾപ്പെടെ നാം പറഞ്ഞിട്ടുമുണ്ട്. അടിസ്ഥാനം തൊട്ട് കുമുദം, കുമുദപട്ടി, ഗളം അങ്ങനെയുള്ള ഓരോരോ കണക്കുകളെക്കുറിച്ച് വ്യക്തമായി നാം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ്. അപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഗർഭശ്രീകോവിലിൻ്റെ പുറം ചുമരുകളിലാണോ ഭൂതമാല, മൃഗമാല, മനുഷ്യമാല, കിളിമാല ഇതൊക്കെ കൊത്തിയിട്ടുള്ളത്, ആ ക്ഷേത്രങ്ങളൊക്കെ ഒരു കാലത്ത് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നവയാണ്. അല്ലെങ്കിൽ രാജകീയ സ്വാധീനം ഏറെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന പൂജാവിധികളിൽ ഒരു നിഷ്ഠ വെച്ച് പുലർത്തിയിരുന്ന ക്ഷേത്രഭൂമികളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കെട്ടും മട്ടും ഉണ്ടാവുക എന്ന്. അങ്ങനെ പല മഹാക്ഷേത്രങ്ങളിലെയും കിളിമാലയും ഇത്തരത്തിൽ മാലകൾ നാം ശ്രദ്ധയോടുകൂടി നോക്കി കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഈ ക്ഷേത്രഭൂമിയിൽ കോമംഗലത്തെത്തുമ്പോഴും നാം കാണുന്നത് ഏറെ നശിച്ചുപോയി എങ്കിലും ബാക്കിയാകുന്ന ഭൂതമാലയും ഭൂതമാലയ്ക്ക് തൊട്ട് താഴെയുള്ള തട്ടുകളിലായുള്ള കിളിമാലയും ഒക്കെയാണ്. ഈ തട്ടുകൾക്കുമുണ്ട് സവിശേഷത. തമിഴ്നാടുകളിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രഭൂമികളിൽ കാഞ്ചീപുരത്തെ കൈലാസനാഥർ തിരുക്കോവിലിൽ കാണുന്ന അതിന് പടിയുള്ള ക്ഷേത്ര നിർമ്മാണ രീതി, ക്ഷേത്രത്തിൻ്റെ പുറം ചുമരുകൾ മറ്റു ക്ഷേത്രങ്ങളുടേതായ രീതിയിൽ, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടേതായ രീതിയിലുള്ള ഗോപുരങ്ങളും തൂണുകളും സൃഷ്ടിക്കുക, അതൊരു വളരെ പഴക്കം ചെന്ന തഞ്ചാവൂരിലെ ശില്പികൾ മാത്രം ചെയ്തിരുന്ന ഒരു രീതിയാണ്. തഞ്ചാവൂരിലെ ശില്പികളെ ഇവിടെ വരുത്തി മേഴത്തൂർ അഗ്നിഹോത്രി തന്നെയായിരിക്കണം ഈ ക്ഷേത്രവും പണി കഴിപ്പിച്ചത് എന്ന് നമ്മെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇവിടെയുണ്ട്. തൃത്താല ശിവക്ഷേത്രം നാം കണ്ടു, യജ്ഞേശ്വരവും നാം കണ്ടു. ഒരു പക്ഷേ അതിനേക്കാൾ ഏറെ പഴക്കമുള്ള ക്ഷേത്രഭൂമിയാണോ ഇത് എന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ക്ഷേത്ര മതിൽക്കകം കാണുന്നത്. പഴക്കമെന്ന് പറയുമ്പോൾ ക്ഷേത്രം ഉണ്ടായി വന്ന കാലത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് തൃത്താല ശിവക്ഷേത്രം തന്നെ ഏറ്റവും പഴക്കമുള്ളതായി വരുവാൻ ഐതിഹ്യപരമായി കാരണമുള്ളൂ. ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ഇപ്പോഴും ഏറ്റവും പഴമയോടുകൂടി നിൽക്കുന്നത് കോമംഗലത്തെ ഈ മഹാദേവ ക്ഷേത്രമായിരിക്കണം. ഇവിടെ വ്യക്തമായി തന്നെ നമുക്ക് കിരാത രൂപവും ഭൂതമാലയും കിളിമാലയും പിന്നെ ഓരോ ക്ഷേത്രത്തിൻ്റെയും ചെറുപ്പുകളുടെ അവിടെ വ്യാളിമുഖവും വ്യാളിമുഖത്തിനകത്തുള്ള ഭൂതഗണങ്ങളുമൊക്കെ വ്യക്തമായി കാണുവാനാകുന്നു. പലതും തൂർന്നു പോയിരിക്കുന്നുവെങ്കിലും മുമ്പൊരു കാലത്ത് ഇവിടെ ചുവർചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചെറിയ ചില സൂചനകളുമുണ്ട്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പൊതുകാലത്തിൻ്റെ നിർമ്മാണ സാമഗ്രികൾ വെച്ചിട്ടല്ല എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനാകും. സുർക്കി എന്ന ചേർപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും ഒരുപക്ഷെ ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയാൽ ആകും. ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കുമൊക്കെ ഒരുപാട് പഠിക്കുവാനുള്ള നിധി പോലുള്ള അറിവുകൾ സൂക്ഷിക്കുന്നൊരു ക്ഷേത്രഭൂമിയാണ് കോമംഗലത്തെ ഈ ശിവക്ഷേത്രം. अनंत शिव योगी महादेव योगी महादेव आदे अनंत शिव महाबली शिव महाबली शिव. ശിവക്ഷേത്രത്തിലെത്തി മഹാദേവനെ ദർശിച്ചു കഴിയുമ്പോൾ തൊഴുതു നിൽക്കുന്ന ആളിൻ്റെ ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ കാണും. ഇവിടെ മത്തൂരപ്പനാണ് നിലകൊള്ളുന്നത്. മത്തൂരപ്പനും ശിവചൈതന്യം തന്നെയാണ്. മുമ്പ് കാലത്ത് മത്തൂർ ശിവക്ഷേത്രത്തിലിരുന്ന ചൈതന്യമാണ് എന്നും അവിടെ നിന്ന് നമ്പൂതിരി ചില പ്രശ്നങ്ങളാൽ ഈ ഒരു ശിവചൈതന്യത്തെ അവിടെ നിന്ന് മാറിപ്പോകുവാൻ
നിർബന്ധിക്കുകയും അങ്ങനെ മാറിപ്പോയ ഭഗവാന്റെ ചൈതന്യം പിന്നീട് ഇവിടെ ഉണ്ടാവുകയുമാണ് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ശിവഭഗവാൻ മത്തൂരപ്പനാണ്. മത്തൂരപ്പനോടൊപ്പം പാർവതി ദേവിയും സാന്നിധ്യമുണ്ട്, ഭഗവതി സാന്നിധ്യവും എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഭഗവതി സാന്നിധ്യത്തെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൗതുകമുണ്ടാവുക. ഒരു കുളത്തിൽ നിന്ന് ലഭിച്ച കല്ലിന് ദിവ്യത്വമുണ്ട് എന്ന് തോന്നിയൊരു പണ്ഡിതൻ അതെന്തുകൊണ്ട് ദിവ്യത്വമുണ്ട് എന്ന് അറിയുവാൻ വേണ്ടി പ്രശ്നം വെച്ച് നോക്കുകയും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവതി സാന്നിധ്യം, ഒരു ഭഗവതി വിഗ്രഹത്തിൽ എത്രത്തോളം സാന്നിധ്യം ഉണ്ടാകുമോ അത്രത്തോളം സാന്നിധ്യവും ചൈതന്യവും ഈ ചെറിയ കല്ലിലുണ്ട് എന്ന് പറയുകയും അതുകൊണ്ട് രൂപമൊന്നുമില്ലാത്ത ഒരു സാധാരണ ശില, ആ ശില ഇവിടെ നന്നേ ചെറിയൊരു ശില, ആ ശില ഇവിടെ ഭഗവതിയായി മാറുകയും ചെയ്തു. ഈ ശ്രീകോവിലിനകത്ത് സാധാരണ ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നിർമ്മാണ രീതിയുള്ള സമചതുരത്തിലുള്ള പ്രത്യേക നിർമ്മാണ രീതി, അതിന് മുകളിൽ ഒരു താഴികക്കുടത്തിന് സമാനമായ രീതിയിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിലും അത് കല്ലിലായിരുന്നു അത്ര ആദ്യം ഉണ്ടായിരുന്നത് മകുടം. പക്ഷേ പിന്നീട് ചോർച്ച കാരണം ഇപ്പോൾ സിമൻ്റൊക്കെ ചേർത്ത് പുതിയ രീതിയിൽ അത് കെട്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ ശ്രീകോവിലിനുള്ളിൽ മത്തൂരപ്പനായ ഭഗവാനും ചെറിയ ശിലയിൽ ഭഗവതിയും സാന്നിധ്യമാകുന്നു. ശില ചെറുതോ വലുതോ എന്നുള്ളതിലല്ല കാര്യം, എത്രത്തോളം ഭഗവതി സാന്നിധ്യം ചൈതന്യം അത് തൊഴുന്ന ഭക്തരിലേക്ക് വന്ന് നിറയുന്നു എന്നുള്ളതിലാണ് പ്രാധാന്യം. മത്തൂരപ്പനെയും ഭഗവതിയെയും കണ്ടു കഴിഞ്ഞ് പിന്നെ നാം എത്തുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ ശ്രീകോവിലാണ്. തെക്കോട്ടാണ് ഈ ശ്രീകോവിൽ തള്ളി നിൽക്കുന്നത്. ഇതിനകത്ത് ഗണപതി സാന്നിധ്യമുണ്ടാകുന്നു, ദക്ഷിണാമൂർത്തി സാന്നിധ്യവുമുണ്ട്. ഒപ്പം അയ്യപ്പൻ്റെ സാന്നിധ്യം കൂടി ഒത്തുചേരുമ്പോൾ ഈ ശ്രീകോവിലിൻ്റെ പ്രാധാന്യം ഏറുന്നു. ഇനി ഇതേ ശ്രീകോവിലിനകത്ത് കാണുവാനുള്ള മറ്റൊരു കാഴ്ച ഒരു കൂവളത്തിൻ്റേതാണ്. കൂവളത്തറ കൂടി സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതൊരു മഹാക്ഷേത്രം എന്നത്, മഹാശിവക്ഷേത്രം എന്നത് നിസ്സംശയം നമുക്ക് പറയാനാകുന്നു. പിന്നെ ഈ ക്ഷേത്രഭൂമിയിൽ കാണുവാനുള്ള കാഴ്ചകളെല്ലാം പഴമകളുടെ സൂചന തന്നെയാണ്. നാം നേരത്തെ പറഞ്ഞു ശില്പങ്ങളുണ്ട്, ശില്പങ്ങൾക്കനുസരിച്ചുള്ള മൃഗമാലകളുമൊക്കെ ഉണ്ട് എന്ന്. 2 തട്ടുകളുള്ള ശ്രീകോവിൽ നിർമ്മാണ രീതിയാണ് ഇവിടെയുള്ളത്. അതിൻ്റെ മുകൾ തട്ടിലെ അലങ്കൃതമായിരുന്ന ആ ഒരു ശില്പരീതികളൊക്കെ മുഴുവനായും അടർന്നു വീണു അത്ര ഒരു കാലത്ത്. ഇങ്ങനെ അടർന്നു വീണതിന് ശേഷം പിന്നെ ചില പ്രത്യേക ചേർപ്പുകൾ കൊണ്ട് ഒരുവിധം ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് മുകൾ തട്ടിനെ. അതുകൊണ്ട് അവിടങ്ങളിൽ മാത്രം ശില്പങ്ങളും അല്ലാത്തിടങ്ങളിൽ ശില്പങ്ങളൊന്നുമില്ലാത്ത രീതിയിലുമാണ് ഇപ്പോൾ മുകൾ തട്ടുള്ളത്. കോമംഗലം ക്ഷേത്രത്തിൽ ആദ്യം എത്തിയപ്പോൾ ക്ഷേത്രം ഒരു പുതിയ കാലത്തിൻ്റെയും എന്നാൽ വളരെ പഴയ കാലത്തിൻ്റെ സ്പർശവുമായി നിലകൊള്ളുന്ന ക്ഷേത്രക്കുളവുമാണ് എന്നാണ് നാം പറഞ്ഞത്. ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ക്ഷേത്രം വളരെയേറെ പഴക്കമുള്ളതും അതേ കാലത്ത് ആ ക്ഷേത്രത്തിനോളം തന്നെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രക്കുളവും എന്ന് മനസ്സിലാക്കിയത്. എന്നാൽ വിശ്വാസപരമായ ചില പ്രത്യേകതകൾ, ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രത്യേകതകൾ കൂടി ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്നാൽ കോമംഗലം ക്ഷേത്രത്തിൽ സ്വയംഭൂ ശിലയാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞല്ലോ. മേൽത്തൂർ അഗ്നിഹോത്രി യാഗം നടത്തുവാനുണ്ടായിരുന്ന യാഗക്കുണ്ടിൽ യജ്ഞേശ്വരനായ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട സ്വയംഭൂ ശിലയാണ് ഇവിടെ നിലകൊള്ളുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സാമാന്യം വലിപ്പമുള്ളൊരു ശിലയാണത്. ഈ ശില മാറ്റിയിട്ട് മറ്റൊരു ശിവലിംഗം തന്നെ പ്രതിഷ്ഠിച്ചാലോ എന്ന് ഭക്തർക്കൊരു തോന്നലുണ്ടായി. അതിനുവേണ്ടി അവർ ശിവലിംഗം പണികഴിപ്പിക്കുകയും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ ശില, അതായത് സ്വയംഭൂവായ ശില പിഴുതു മാറ്റാൻ ശ്രമിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ടും അത് പിഴുതു മാറ്റാൻ പറ്റുന്നില്ല. ഈ ശില മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. പടയോട്ട കാലത്ത് ഏതോ ആയുധം കൊണ്ടുള്ള ആക്രമണത്താൽ ശിലയൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാറ്റണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ഈ ശില പിഴുതെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ ശില തന്നെ മതിയെന്നും അതേ ചൈതന്യത്തിൽ അതേ ഭാവത്തിൽ തന്നെ ഇരിക്കുവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എന്നും മനസ്സിലാക്കി. പിന്നീട് അതേ ശില വെച്ച് ഗോളക ചാർത്തിയാണ് ഇപ്പോഴും ആരാധിച്ചു വരുന്നത്. അന്നുണ്ടാക്കിയ ശിവലിംഗമാകട്ടെ ഈ കുളത്തിലേക്ക് നിമജ്ജനം ചെയ്യുകയാണ്. തൃത്താല മഹാദേവ ക്ഷേത്രം, യജ്ഞേശ്വരം ക്ഷേത്രം, ഇതാണ് അഗ്നിഹോത്രിയുമായി ബന്ധപ്പെട്ട് നാം കണ്ട 2 ക്ഷേത്രങ്ങൾ. മഹാദേവ സാന്നിധ്യമുള്ള ക്ഷേത്രഭൂമിയിൽ സമീപത്തായി തന്നെ മഹാവിഷ്ണു ചൈതന്യവുമുണ്ട്. അത് യജ്ഞേശ്വരത്ത് ഒരേ മതിൽക്കകത്ത് ആണെങ്കിൽ തൃത്താലയിൽ ഒന്നല്പം മാറിക്കാണുന്നു. അതിന് സമാനമായ രീതിയിൽ ഇവിടെയും പ്രധാന നാലമ്പലത്തിനകത്ത് മഹാദേവൻ മാത്രം സാന്നിധ്യമരുള്ളുന്നുവെങ്കിൽ പുറത്ത് മറ്റൊരു ശ്രീകോവിൽ, വട്ടശ്രീകോവിൽ, വളരെ പഴക്കം ചെന്ന വട്ടശ്രീകോവിൽ വിഷ്ണു സാന്നിധ്യവുമുണ്ട്. വിഷ്ണു സാന്നിധ്യം ഇവിടെ ഉണ്ടായി വരുന്നതിനൊരു കഥ പറയുന്നത് ആദ്യം തന്നെ ഇവിടെ വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രഭൂമിയോട് ചേർന്ന ഒരു പ്രദേശത്ത് തന്നെ യാഗം നടത്താമെന്ന് അഗ്നിഹോത്രി തീരുമാനിക്കുകയുമാണ് അത്ര ഉണ്ടായത്. അതുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് എന്ന് അനുമാനിക്കാം. വീണ്ടും ഈ കാഴ്ചകൾ
ഹോമമംഗലത്തിൻ്റെ കാഴ്ചകൾ മംഗലമരളട്ടെ ഏവർക്കും എന്ന പ്രാർത്ഥനയോടുകൂടി വിടവാങ്ങുകയാണ്. വീണ്ടും മറ്റൊരു മഹാക്ഷേത്ര ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാം. നമസ്കാരം.